79:25 മുതൽ 79:46 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, അപ്പോൾ ഇഹപര ശിക്ഷകൾക്കായി അള്ളാഹു അവനെ പിടികൂടി. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും അതിൽ ഗുണപാഠമുണ്ട്. സൃഷ്ടിപ്പിന് ഏറ്റവും പ്രയാസപ്പെട്ടവർ നിങ്ങളാണോ അതോ ആകാശമോ? അതിനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനെ അവൻ ഉയർത്തി വിധാനിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതിലെ രാവിനെ അവൻ ഇരുൾ മുറ്റിയതാക്കുകയും പകലിനെ പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഭൂമിയെ അവൻ വിശാലമാക്കി. അതിൽ നിന്ന് അതിലെ ജലവും സസ്യജാലങ്ങളും അവൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള പ്രയോജനത്തിനായിട്ട്. എന്നാൽ ആ വലിയ വിപത്ത് വന്നണഞ്ഞാൽ, അഥവാ താൻ അധ്വാനിച്ചു വെച്ചതിനെക്കുറിച്ച് മനുഷ്യൻ ഓർമ്മിക്കുന്ന ദിവസം, കാണുന്നവർക്കായി നരകം വെളിവാക്കപ്പെടുന്ന ദിവസം, അപ്പോൾ അതിര് കവിയുകയും ഇഹലോക ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തവനാരോ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയായിരിക്കും അവനുള്ള സങ്കേതം. അപ്പോൾ തൻ്റെ നാഥൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും തന്നിഷ്ടത്തിൽ നിന്നും ദേഹത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്തവനാരോ നിശ്ചയം സ്വർഗം തന്നെയായിരിക്കും അവനുള്ള പ്രതിഫലം. അന്ത്യനാളിനെക്കുറിച്ച് അതെപ്പോഴാണ് വന്ന് ഭവിക്കുക എന്ന് താങ്കളോടവർ അന്വേഷിക്കുന്നു. താങ്കൾക്ക് അതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? താങ്കളുടെ രക്ഷിതാവിങ്കലേക്കാകുന്നു അതിൻ്റെ പര്യവസാനം. അതിനെ ഭയപ്പെടുന്നവർക്കുള്ള ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു താങ്കൾ. അതിനെ അവർ കാണുന്ന ദിവസം ഒരു പ്രദോഷമോ ഒരു പ്രഭാതമോ അല്ലാതെ ഇഹലോകത്ത് അവർ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത പോലെയായിരിക്കും അവർക്ക് തോന്നുക.